Hi, good morning friends. I am Shyam Prasad, lecturer in Mathematics, Majlis Polytechnic College. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ പ്രോബ്ലവുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന സെഗ്മെന്റിലൂടെ കാണാം. അടുത്തൊരു പ്രോബ്ലത്തിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫൈൻഡിങ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു എൻ വെൻ എൻ ഈസ് ഗിവൺ ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുക. Find the coefficient of x raised to 5 in the expansion of 3x plus 4 by x all raised to 11. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് എന്താണ് നമ്പർ 11. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടേംസ് ഉണ്ടാവും? 12 ടേംസ് ഉണ്ടാവും. ആ 12 ടേംസിൽ ഏതോ ഒരു ടേമിൽ x raised to 5 എന്നുള്ള ടേം ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏത് ടേമിൽ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വിത്തൗട്ട് എക്സ്പാൻഷനിലൂടെയാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ x raised to 5 ഒക്കർ ചെയ്യുന്ന ടേമിൽ എക്സ് റേസ് ടു 5 മാറ്റി നിർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ഭാഗത്തെയാണ് എക്സ് റേസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് 6x² എന്നാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അതുപോലെ എക്സ് റേസ് ടു 5നെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കി ടേംസ് ആണ് എക്സ് റേസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ അസ്യൂം ചെയ്യാം. Suppose that x raised to 5 occurs in the r plus 1th term. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് r plus 1th term എന്തായിരിക്കും? അതാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. r plus 1th term of 3x plus 4 by x all raised to 11. ഞാൻ ആ ഫോർമുല എഴുതിയിട്ടില്ല. കഴിഞ്ഞ ഒരുപാട് പ്രോബ്ലത്തിൽ അത് ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് വീണ്ടും കാണുക. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ r plus 1th term എഴുതുമ്പോൾ NCR എന്നാണ് ആദ്യം വേണ്ടത്. അതായത് 11CR എക്സ് റേസ് ടു എക്സിന്റെ സ്ഥാനത്ത് 3x ആണ്. അപ്പോൾ 3x ഓൾ റേസ് ടു n മൈനസ് ആർ, അതായത് 11 മൈനസ് ആർ. എ റേസ് ടു എന്നാണ് വരേണ്ടത്. അതായത് എ എന്ന് പറഞ്ഞാൽ അവിടെ 4/x ആണ്. അതായത് 4/x റേസ് ടു ആർ. ഇനി ഇതിനെ നമ്മളൊന്ന് ചെറുതാക്കുക. അപ്പോൾ 11CR 3യുടെ പവറും 11 മൈനസ് ആർ ആക്കി, എക്സിന്റെ പവറും 11 മൈനസ് ആർ ആക്കി. ഇനി 4 റേസ് ടു ആർ എക്സ് റേസ് ടു ആർ. ഇനി ഇവിടെ എത്ര എക്സിന്റെ ടേംസ് വരുന്നുണ്ട്? ഇവിടെ ഒരു എക്സിന്റെ ടേം വരുന്നുണ്ട്, ഇവിടെ ഒരു ടേം വരുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന്റെ ടേംസ് കമ്പൈൻ ചെയ്ത് അതിനെ ഒരൊറ്റ എക്സിന്റെ ടേം ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനായി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 11CR 3 റേസ് ടു 11 മൈനസ് ആർ 4 റേസ് ടു ആർ കോൺസ്റ്റൻസ് ഒക്കെ ആദ്യം എടുത്ത്. ഇനി ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 11 മൈനസ് ആർ ഉണ്ട്. അപ്പോൾ എക്സ് റേസ് ടു 11 മൈനസ് ആർ. ഡിനോമിനേറ്ററിൽ ഒരു എക്സ് റേസ് ടു ആർ ഉണ്ട്. അത് കമ്പൈൻ ചെയ്യും. അതിനുശേഷം 11CR 3 റേസ് ടു 11 മൈനസ് ആർ 4 റേസ് ടു ആർ ഇൻറ്റു എക്സ് റേസ് ടു 11 മൈനസ് ആർ മൈനസ് ആർ എന്നാക്കി. അതെങ്ങനെയാണ്? ഏത് ഫോർമുലയാണ് ഉപയോഗിച്ചത്? എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ എന്നാണ് ഫോർമുല. അതുപോലെ എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ 11 മൈനസ് ആർ ആണ്, എൻ്റെ സ്ഥാനത്ത് ആർ ആണ്. അപ്പോൾ അത് എക്സ് റേസ് ടു 11 മൈനസ് ആർ മൈനസ് ആർ എന്നായി മാറും. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 11CR 3 റേസ് ടു 11 മൈനസ് ആർ 4 റേസ് ടു ആർ എക്സ് റേസ് ടു 11 മൈനസ് 2r. ഇവിടെ മൈനസ് ആർ ഉണ്ട്. എത്ര മൈനസ് ആർ ഉണ്ട്? 2 മൈനസ് ആർ ഉണ്ട്. അതാണ് മൈനസ് 2r. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? എക്സ് റേസ് ടു 5 occurs in the r plus 1th term എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് r plus 1th term നമുക്ക് കിട്ടിയ. ഇതിലാണ് എക്സ് റേസ് ടു 5 occur ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ഇതിലുള്ള എക്സിന്റെ പവറും എക്സ് റേസ് ടു 5ഉം ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 11 മൈനസ് 2r ഈക്വൽ ടു എക്സ് റേസ് ടു 5. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ പവറുകൾ ഈക്വൽ ആയിരിക്കണം. അതായത് 11 മൈനസ് 2r ഈക്വൽ ടു 5. ദാറ്റ് ഇംപ്ലൈസ് 2rനെ നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പോസിറ്റീവായി ഈക്വൽ ടു 5നെ നമ്മൾ ഇടതുവശത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 11 മൈനസ് 5. അപ്പോൾ 2r ഈക്വൽ ടു 11 മൈനസ് 5. ദാറ്റ് ഇംപ്ലൈസ് 2r ഈക്വൽ ടു 6. ദാറ്റ് ഇംപ്ലൈസ് r ഈക്വൽ ടു 6/2. ആറിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ ആറിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11C 3 raised to 11 minus 3
4 raised to 3 x raised to 11 minus 2 into 3. ഇനി അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതിലും എളുപ്പത്തിൽ ഞാൻ മറ്റൊരു വഴി പറയാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം. ഇനി ഞാൻ എന്താണ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞത്? എക്സിന്റെ ടേം മാറ്റി നിർത്തിയാൽ കിട്ടുന്ന ബാക്കി ടേം ആണ് അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് the coefficient of x raised to 5 equal to 11cr 3 raised to 11 minus r 4 raised to r. ഇത്രയും ടേമാണ് x raised to 5ന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ അതിൽ ഈ കോഎഫിഷ്യന്റിന്റെ അകത്ത് ആറിന് പകരം എന്ത് കൊടുത്താൽ മതി? 3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 11c3 3 raised to 11 minus 3 4 raised to 3. അതായത് 11c3 3 raised to 8 4 raised to 3. ഇതാണ് x raised to 5ന്റെ കോഎഫിഷ്യന്റ്.